കേരളത്തിൽ ദേശീയപാത വികസനം നടക്കുന്നതിൻ്റെ അടിസ്ഥാന സൗകര്യം എന്തായിരുന്നു? ഭൂമി ഏറ്റെടുക്കലായിരുന്നു അല്ലേ? ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടി രൂപയാണ് പ്രാദേശികമായിട്ടുള്ള റോഡ് വികസനത്തിനടക്കം. ഭൂമി ഏറ്റെടുക്കലിന് 20,000 കോടിയാണ് കിഫ്ബിയിൽ നിന്ന് ചെലവഴിച്ചത്. അതിൽ 6,300 കോടി രൂപ എന്ന് പറയുന്നത് ഈ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്തതാണ്. രാജ്യത്തൊരേ ഒരു സംസ്ഥാനമാണ് ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് പൈസ കൊടുത്തിട്ടുള്ളത്. അത് കേരളം മാത്രമാണ്. മറ്റൊരു സംസ്ഥാനത്തിനും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല NHAയ്ക്ക്. അതിന് കാര്യം എന്താ അറിയുക? കേന്ദ്ര സർക്കാർ പറഞ്ഞത് കേരളത്തിൽ ഭൂമിക്ക് വലിയ വിലയാണ് എന്നാണ്. ശരിയാണെന്നേ, കേരളം ഒരു ചെറിയ സംസ്ഥാനമാണ്. അവിടെ ഞാൻ നോക്കുമ്പം സ്ക്വയർ കിലോമീറ്ററിൽ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി എത്രയാണെന്ന് അറിയാമോ? 860. പോപ്പുലേഷൻ ഡെൻസിറ്റി പെർ സ്ക്വയർ കിലോമീറ്റർ 860 അത് നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടിൽ 555. ഇനി അപ്പുറത്ത് കർണാടകയിലേക്ക് പോയാൽ 318. ആന്ധ്രാപ്രദേശിലേക്ക് പോയാൽ 309. ദേശീയ ശരാശരി എത്രയാണെന്നറിയോ? 380. രാജ്യത്തെ ദേശീയ ശരാശരി എന്ന് പറയുന്നത് പെർ സ്ക്വയർ കിലോമീറ്ററിൽ 380. കേരളത്തിൽ തന്നെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലം, അല്ലെങ്കിൽ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഉള്ള സ്ഥലം തിരുവനന്തപുരമാണ്. അവിടെ സ്ക്വയർ കിലോമീറ്ററിൽ എത്രയാണ് ആളുകൾ താമസിക്കുന്നത് അറിയാമോ? 1509. അപ്പോൾ സ്വാഭാവികമാണ് കേരളത്തിൽ ഈ പറയുന്ന സ്ഥലത്തിൻ്റെ വില കൂടും. ആ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തത് ദേശീയപാത വികസനത്തിൻ്റെ ഭാഗമായി 6,300 കോടി രൂപ ചെലവഴിച്ചത് ഈ പറയുന്ന കിഫ്ബിയിൽ നിന്നുള്ള ഫണ്ട് കൊണ്ടാണ്.